CIC-യുമായി ഒരു പ്രശ്നമുണ്ടായി. നാം ഉദ്ദേശിച്ചതുപോലെ 9 കാര്യങ്ങളിൽ അത് സ്വീകരിക്കാൻ അവർ തയ്യാറല്ല എന്ന് ബോധ്യപ്പെട്ടപ്പോൾ അതിൽ നിന്ന് മാറുകയും അതോടുള്ള ബന്ധം പാടെ വിച്ഛേദിക്കുകയും ചെയ്തു. ഇനി CIC സമസ്ത ഒഴിവാക്കിയിട്ടില്ല, സമസ്ത അംഗീകരിച്ചുകൊണ്ടാണെന്ന് ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അത് കളവാണ്. അപ്പോൾ CIC എന്ന വിഷയം അത് സമസ്തയുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അത് നടത്തുന്ന ഹക്കീം ഫൈസി മാത്രമല്ല, അത് നടത്തുന്ന എല്ലാ പ്രസ്ഥാനങ്ങളുമായും ഏത് സ്ഥാപനങ്ങളുമായും സമസ്തക്ക് ബന്ധമില്ല. എന്നിട്ട് അവിടെ ഓരോരുത്തർ അവിടെയും ഇവിടെയും നിന്ന് പ്രസംഗിക്കുകയാണ്. അങ്ങനെ സമസ്ത പറഞ്ഞിട്ടില്ല, ഹക്കീം ഫൈസിനോട് ബന്ധമില്ല എന്നേ പറഞ്ഞിട്ടുള്ളൂ, മറ്റത് ബന്ധമില്ല എന്നേ പറഞ്ഞിട്ടുള്ളൂ. അങ്ങനെയല്ല, ആ പ്രസ്ഥാനവുമായി ഇനി സമസ്തക്ക് യാതൊരു ബന്ധവുമില്ല. ഇതാണ് അതിൻ്റെ വസ്തുത. അപ്പം അതുകൊണ്ട് സുന്നത്ത് ജമാഅത്തിൽ അടിയുറച്ച് അതിൻ്റെ കോട്ടങ്ങളൊന്നും ഇവിടെ പറയാൻ നേരല്ല, അതിന് മറ്റവസരം നമുക്ക് ഉപയോഗപ്പെടുത്താം. അപ്പോൾ ഈ സുന്നത്ത് ജമാഅത്തിൽ അടിയുറച്ച് വിശ്വാസം സംരക്ഷിക്കാൻ വേണ്ടിയാണ് നാം ഇത്രയും അധികം പാടുപെട്ടത് എന്ന് നാം മനസ്സിലാക്കണം. നമ്മൾ മാത്രമല്ല, ബഹുമാനപ്പെട്ട അഷ്റഫുൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ജീവിച്ചിരുന്ന സഹാബത്ത്, ഖുബൈബ് റളിയല്ലാഹു അൻഹു, ബിലാൽ റളിയല്ലാഹു അൻഹു, എന്തെല്ലാം മാരകമായ പീഡനങ്ങൾക്ക് വിധേയമായി അവരൊക്കെ എന്തിനു വേണ്ടിയായിരുന്നത്? ഭക്ഷണത്തിന്റെ കാര്യത്തിനാണോ? അല്ല, അവരുടെ ആദർശം സംരക്ഷിക്കാനാണ്. ആദർശ സംരക്ഷണം ഇല്ലെങ്കിൽ പിന്നെ എന്തിനാണ് അവൻ ജീവിക്കുന്നത്? അതാണ് നമ്മൾ അമാനത്താണെന്ന് പറഞ്ഞ ഈ കുട്ടികൾ അതാണ് പ്രമേയമാക്കിയിരിക്കുന്നത്. ആദർശ സംരക്ഷണമാണ് ഒരു മനുഷ്യന്റെ ഏറ്റവും വലുത്. അതില്ലെങ്കിൽ പിന്നെ അവൻ എന്തിനാണ് കൊള്ളുന്നത്? മൃഗവും അവനും ഒരു വ്യത്യാസവും ഇല്ലാതെ ആയിപ്പോയില്ലേ? മൃഗങ്ങൾക്ക് ആദർശമില്ല, മനുഷ്യർക്ക് ആദർശമുണ്ട്. ആ ആദർശം സംരക്ഷിക്കണം. ആ ആദർശ സംരക്ഷണമാണ് ഈ കാണുന്നതെല്ലാം, ഈ പ്രവർത്തനങ്ങളെല്ലാം. അതിന് കോട്ടം പറ്റുമ്പോൾ ആ ഭാഗത്ത് സമസ്ത ഉണ്ടാവുകയില്ല. അത് പറ്റിയിട്ടുണ്ട് എന്നാണ് CIC-യുടെ സിലബസുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അതുകൊണ്ടാണ് അത് മാറ്റി നിർത്തിയത്. ഇനി അവർ പോകുന്ന വഴിക്ക് അവർ പോകട്ടെ, നമുക്കത് പറ്റി യാതൊരു ബന്ധവുമില്ല.